അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്പിയാക്കളെ വാരിസീങ്ങളായിട്ട് പണ്ട് ഔലിയാക്കൽ മശായിഖന്മാർ അങ്ങളൊട്ടിಗೆ കാണിക്കോണായ അദബ് ബഹുമാന ഏത് രൂപത്തിൽ ചെന്തു സ്വഹാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടിയതാണ്. ഈ ഇടയ്ക്ക് മശായിഖന്മാരെ കാല് ചുംബിക്കുന്ന വിഷയം ഒരു വിവാദാക്കിയ ആൾമാർ സുന്നി ലേബലിൽ ബണ്ട് സലഫി ആശയത്തെ തലക് പത്തുപാട്ടിയ ആൾമാരാണ്. മശായിഖന്മാരെ കാല് ചുംബിക്കരുത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്ന ഒന്നാണ്. അതല്ലേ സ്വഹാബത്ത് ചൊന്നെ ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. കുന്ന നുഖബ്ബിലു യദഹു വരിജുലഹു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യും കാലും ചുംബിച്ചോണ്ടിന്നാണ്ട് സ്വഹാബത്ത് ചൊല്ലതെ ഞങ്ങൾക്ക് തെളിവല്ലേ. ഇതാണ് മശായിഖന്മാരെ ഹളറത്തിലുള്ള ഒരു അദബ്. അതിനെതിരായിട്ട് ഒരു മൗലവി ഒരു സുഹരി ചൊല്ലാള് ബന്ത് നോക്കറു. ആ സുഹരിയുടെ പൂർണ്ണമായിട്ട് ഇപ്പൊ ഈ 2-3 വാരത്തിൽ എന്തെല്ലാം ചർച്ചകളായിട്ടോ അത് രൂപത്തിലാണ് ഒരു വീഡിയോ ഞങ്ങൾ ഇറക്കുക വിചാരിച്ചത്. അപ്പോൾ ആ സുഹരി ചൊല്ലത് നോക്കറു. മശായിഖന്മാരെ കാല് ചുംബിക്കരുത് ഒരു പരിഹസിച്ചിട്ട് നിനിയാക്കിയിട്ട് ചൊല്ല ഒരു രംഗ. ആദ്യമൊക്കെ കൈമുത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച് കൈമുത്തൽ കൊണ്ട് അവസാനിക്കും. കൈമുത്തൽ മതിയാകാത്തതുകൊണ്ട് പിന്നെ കാറിൽ മുത്തി. മഹാനവരുടെ കാറിൽ മുത്തിയിട്ടും മതി വരാത്ത മനുഷ്യർ പിന്നീട് ഇപ്പൊ കാലിൽ മുത്താൻ തുടങ്ങി. മനുഷ്യർ പ്രതലത്തിലൂടെ നടന്നു പോകുന്ന കാല്, ആ കാല് വരെ മുത്താൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യർ. റഹ്മാനായ റബ്ബേ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാല് ചുംബിച്ച് സ്വഹാബത്തുള്ളതുപോലെ എല്ലാ കാലത്തും പണ്ട് മശായിഖന്മാരെ കാല് ചുംബിച്ചിട്ട് പതിവായിട്ട് ബന്നതാണ് ഈ സുന്നത്ത് ജമാഅത്ത്. നോക്കൂ, ഇസ്മായിലുൽ ഹദ്റമി തങ്ങൾ ചൊല്ലു, വലിയ മശായിഖിൽ പെട്ട ആളാണ്. മൻ ഖബ്ബല ഖദമി ദഖലൽ ജന്ന, നന്റെ കാല് ചുംബിച്ചോണ് സ്വർഗത്തിൽ കടന്നുപോയാണ്ട് ഇസ്മായിലുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോൾ ഇത് എല്ലാ മശായിഖന്മാരും എല്ലാ ഔലിയാക്കന്മാരും കാണിച്ചു തന്നെ മാതൃകയാണ്. അത് ഈ സുഹൂರಿಗೆ ಎಂದ್ರೆ ಗೊತ್ತಾವುಡು. സുഹൂരിനെ കുറിച്ചിട്ട് ഉസ്താദ് ചൊല്ല, ഞങ്ങളെ തൊയ്യൂർ ഉസ്താദ് ചൊല്ലെ രൂപ നോക്കറു. ഒരിക്കന്ത് ഇസ്മായിൽ ഹദ്റമി, ചാത്തപ്പനെന്ത് മഅ്സറ, കുറുമ്പക്കെന്ത് ഖുർആൻ, കുമാരനെന്ത് കുൽഹു അല്ലാ, ഈ മീൻ ഭരിക്കണവർക്ക് എന്ത് ഇസ്മായിൽ ഹദ്റമിയ തിരിയില്ലല്ലോ. അപ്പോൾ ഈ സുഹൂരി ഫസ്റ്റിಗೆ ಬಂದೆ ഊക്കും ഫസ്റ്റിಗೆ ಬಾರಿ ಚೀನಿ ಮೊಳವು ಉಂಟಲ್ಲ, ഞങ്ങളുടെ ರಾಯತ್ ಚೊಲ್ಲೆ ಚೀನಿ ಮೊಳವು ಇಲ್ಲ, നല്ല ഗാന്ധാരി ಮೊಳವು ಉಂಟು. ആ രൂപത്തിൽ ഞങ്ങളെ മറുപടി ശക്തമായി തിക്കൂണ്ടു ബാരി സ്ട്രോങ്ങിൽ വന്ന ആള്. ഉസ്താദുമാരെ നല്ല സുന്നത്ത് ജമാഅത്തിലെ ആദർശത്തിലുള്ള പളക്ക കാണുമ്പോൾ അതിക്ക് വേണമായ തെളിവെള്ളം കിട്ടുമ്പോൾ പിന്നെ ആളെ ശുദ്ധിയില്ല, ആളെ കാണ്ടില്ല, ആള് സൈലന്റ് ആവുക തുടങ്ങിയിട്ട്. ഫസ്റ്റിಗೆ ಬಂದವರು ഊക്ക് നോക്കറു, ഫസ്റ്റിಗೆ ಬಂದವರು സ്ട്രോങ്ങിൽ ಬಂದವರು ബറവ് നോക്കറു, പിന്നെ ആളെയെ കാണില്ല. ഉസ്താദ് അതിലെ ക്ലിയർ ആയിട്ട് ചൊല്ലെ വിശദീകരണം നിങ്ങൾക്ക് കാണാം. എന്ത് വരവിലാ വന്നത്, ഇങ്ങനെ മൂക്കിൽ വലിച്ചേറ്റും, ഞങ്ങൾ അങ്ങുണ്ടാക്കും ഇങ്ങുണ്ടാക്കും, എന്തൊക്കെ പറഞ്ഞിട്ടാ വന്നത്, അത് ഓർമ്മല്ലേ മൂപ്പർക്ക്? ഒന്ന് കേട്ട് ആദ്യം പറഞ്ഞു വെച്ചു കൊടുക്കാം. നീയൊക്കെ പറഞ്ഞു നോക്ക്, നീയൊക്കെ നമ്മളെന്ന് പറഞ്ഞു നോക്ക്. ചീരമുളക് അറിയാം, ചീരമുളക്, അതിന്റെ അതേ റിയാക്ഷൻ ആയിരിക്കും. നീ പറ എങ്ങനെയുണ്ട്? ചീനമുളകിന്റെ റിയാക്ഷൻ ആയിരിക്കും. നമ്മളൊന്ന് പറഞ്ഞു നോക്ക്, എന്ത് പറ്റി മാണിക്കല്ലേ? അതാണ് ഉസ്താദ് ചൊന്നെ, ഓണുകു കിട്ടിത്ത് പരിചയില്ല, കിട്ടിത്താകുമ്പോ ഫസ്റ്റത്തെ ഊക്കെന്തും പിന്നെയില്ല. അത് ഉസ്താദ് ചൊല്ലുമ്പോഴേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഉസ്താദ് അത് ചൊല്ലട്ടെ. ഇങ്ങനെ പുറം കയറിയിട്ട് ഓനക്ക് പരിചയമുള്ള തിരിച്ചു കിട്ടിയ പരിചയം ഓനക്കില്ല. ഞങ്ങൾക്ക് ഇവിടെ എന്ത് സുഹിരി, ഞങ്ങൾ ഇതിനേക്കാളൊക്കെ വലിയ മാളത്തിൽ എന്നിട്ട് പുകച്ച് പുറത്തിയാടിച്ച ടീമിന് ഈ ഞങ്ങൾക്ക് എന്ത് കിണാപ്പാടയൊക്കെ ഒന്നും അല്ല. ഈ ഓർമ്മ ഉണ്ടായിക്കോട്ടെ, ഓനക്ക് ആ കിട്ടിയ കലിപ്പ് തീർന്നിട്ടില്ല. അപ്പൊ ഈ സുഹൂരിക്ക് കറക്റ്റായിട്ട് ഞങ്ങളെ ഉസ്താദന്മാരും മറുപടി മർമ്മത്തുക്ക് കൊടുത്തുത്താകുമ്പോ അവനുക്ക് ഗൊന്തായിട്ട് അവൻ ലാസ്റ്റിക്ക് ചൊല്ലർ പലക്കുണ്ടു. ഞങ്ങൾ പല തൊരീക്കത്തിരെ എതിർത്തിറ, പല കള്ള തൊരീക്കത്തിരെ പിന്നാലെ ഞങ്ങൾ കൂടിരാ, പല തൊരീക്കത്തിരെ അതിനെ കേട്ടിട്ട് പ്രതികരിക്കാതെ പോയാറ്, അങ്ങനെ പാട്ടിലെ പോയാറ്. എന്തിരെ പിന്നാലെ കയറിത്തുള്ളാറുണ്ട്. ഇതാണ് ഞങ്ങളെ ഒറിജിനലിന്റെ സ്വഭാവമാണ്ട്. ഉസ്താദിരെ ഊക്കൽ ഉസ്താദ് ഒന്ന് ചൊല്ലെ പലക്ക നിങ്ങൾക്ക് കേൾക്കുക സാധ്യമാവുടൂ. ഇസ്ലാം സുന്നത്തെ പണ്ഡിതന്മാരെ വിമർശിച്ച പല ഒരിക്കത്തുണ്ട്. പക്ഷെ അവരൊക്കെ ആണെങ്കിൽ പോലും ഈ വിമർശനങ്ങൾക്കൊന്നും മുഖം കൊടുക്കണം. അവരവരുടെ പാട്ട് നോക്കി പോകുന്നത് നിങ്ങളെന്ത് ഒരിക്കത്താണ്? മനസ്സിലായില്ലേക്ക് പല തെരീക്കത്തേരും ഞങ്ങൾ പുറം കയറലുണ്ട്, പല മജ്‌ലിസ് നടത്തുന്ന ആൾക്കാരും ഞങ്ങൾ പുറം കയറലുണ്ട്. അവരൊന്നും ഈ വിമർശനം കേട്ടാൽ അതിനൊന്നും മറുപടി അറിയില്ല. വ്യാജ തൊരീക്കത്ത് പോലും പലതിനും നമ്മൾ കണ്ടിട്ടുള്ളത് അവരുടെ രീതിശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇതിനകത്തൊന്നും നമ്മുടെ മറുപടി ഒന്നും കേൾക്കും, അവരവർ പഠിക്കും. ഇത് അങ്ങനല്ല, പിന്നാലെ നടന്ന ക്രമിക്കുക, പിന്നാലെ നടക്കുകയാണ്. ഇതെന്ത് എഴുതിയിട്ട് ഇതിനെ ഇറങ്ങിയേ രാജതെരീക്കത്തേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ രീതിശാസ്ത്രം എന്താ, നമ്മൾ പറയണ മറുപടി ഒന്നും അവർ കേൾക്കൂല, അവരവരെ വൈക്ക് പോവും. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, വ്യാജത്തിൽ പെട്ടതല്ല, ഇത് ഒറിജിനലാണ്. തിരിഞ്ഞില്ല എനിക്ക്?
അപ്പോൾ ഓണുകു ഉസ്താദുമാർ മറുപടിക്ക് മറുപടി, ആദർശത്തിൽ ആദർശ, റോസ്റ്റിക്ക് റോസ്റ്റ് ആക്കിയ പോലത്തെ ഉസ്താദുമാരെ ഞങ്ങളൊട്ടിക്ക് ഉള്ളത്. ആ ഉസ്താദുമാർ കറക്റ്റായിട്ട് മറുപടി കൊടുക്കുമ്പോൾ ഒന്ന് ആയുധ കീഴിൽ വെച്ചാ ഒന്ന് ചൊല്ലുടെ ലാസ്റ്റിക്ക് ഇനി നമുക്ക് മറുപടി കൊടുക്കുക ആവില്ലേ. അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങളെ സ്പീച്ച് കേൾക്കാതിരിക്കുന്നത് നല്ലത്. ആരും അങ്ങനെ സ്പീച്ച് കേൾക്കുക അതിനെ നക്ക് ഷെയർ ആക്കുക ആരും പോണ്ട. കാരണം എനിക്ക് മറുപടി കൊടുക്കുക നക്കാവലെ. കാരണം ഓണ്ടൊട്ടിക്ക് എന്തിനുണ്ടു, ഓണ്ടൊട്ടിക്ക് ആദർശം ഉണ്ടാ, ഓണ്ടൊട്ടിക്ക് എന്തെങ്കിലും ദീനിയായ വിഷയം ഉണ്ടാ മറുപടി ചൊല്ലകൂ ഇല്ല. ഉസ്താദുമാർ കറക്റ്റായിട്ട് ദീന്റെ വിഷയമാണ് ചൊല്ലത്. ദീനിലില്ലാത്ത ഒന്നും ഇതുവരെ ചൊന്തില്ല. അതല്ലേ നിങ്ങൾക്ക് കാണുക സാധ്യവിടെ ഞങ്ങൾ ഉസ്താദുമാരെ പ്രഭാഷണത്തിൽ. ഇങ്ങനെയുള്ള ആയിട്ട് ലാസ്റ്റിക്ക് മറുപടി ഇല്ലാണ്ടാവുമ്പോൾ അവൻ്റെ സ്വർക്ക് അവന് പോകേണ്ട നല്ലേണ്ട് ഞങ്ങളെ ഉസ്താദ് ചൊല്ലു. ഏതുപോലെ എന്നെങ്കിൽ ಚಿನ್ನದಂಗಡಿಯಲ್ಲಿ ಬೆಕ್ಕಿಗೇನು ಕೆಲಸ ಚೊಂದ പോലെ ಕನ್ನಡത്തിൽ ഒരു ಗಾದೆ ಮಾತು ಚೊಂದ പോലെ ಅವನು ಅವൻ്റെ ಜಾಗೆಯಲ್ಲಿ പോയിട്ട് മീൻ പൊരിക്കര സ്വറമ ಬೇರೆಂದ ആക്കിയോണ്ടി കേട്ടിട്ട് ഞങ്ങളെ ഉസ്താദ് അത് ചൊല്ലു. പൊന്നൊരുക്കണോടത്ത് പൂച്ചക്കെന്താ കാര്യം, ഈ പോയിട്ട് മീൻ പൊരിക്കടാ. ಟೋಟಲಿ ಆಯ್ತು ಬಂದೆದಾರಿಗೆ ಸುಂಕವಿಲ್ಲ ಚೊಂದ പോലെ ജുഹൂരി ബന്നെ തെരുളെ റിട്ടേൺ മടങ്ങിത്ത് ഉത്തര ഇല്ല. ഹക്ക് നിങ്ങളെ ഭാഗത്തിൽ ഇന്നെങ്കിൽ അതിക്ക് മറുപടി ചെല്ലല്ലേ, ദീനീപരമായിട്ട് മറുപടി ചെല്ലല്ലേ. അതിക്ക് സാധ്യാവില്ല. ഹക്ക് ഇല്ല, ബാത്തില് മാത്രം കൂടുതൽ ആൾമാരല്ലേ നിങ്ങളൊട്ടിക്ക് എന്തുണ്ടു. ഹക്കായിട്ട് ദീനീപരമായിട്ട് ചൊല്ലുക എന്തെങ്കിലും മറുപടി നിങ്ങളുടെ കയ്യിൽ ഇല്ലാണ്ടാവുമ്പോൾ ലാസ്റ്റ് ചൊല്ലേ ഈ മൂന്നാളെ പ്രസംഗ ആരും നക്ക് ഷെയർ ആക്കണ്ട, സെൻഡ് ആക്കണ്ട, നിങ്ങാരും കേക്കൊക്കെ പോണ്ട ചൊന്തു അവസാന അയാള് സ്വലാത്ത് ചൊന്തു പിരിഞ്ഞു പോണ്ടത് കണ്ട് ആരെങ്കിലും ഇന്നെങ്കിൽ അയാളൊട്ടിക്ക് ചൊല്ലറു ഒന്ന് മറുപടി തരട്ട്, ഒന്ന് വിശദീകരിക്കുക വരട്ട്. ഇനിയും ഞങ്ങൾക്ക് കുറെ വിഷയം പഠിക്കാവൂ, സത്യം മനസ്സിലാക്കുള്ള വേദിക്കെ ഞങ്ങളെ ഉസ്താദന്മാർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തണ്ടാറ്. അവൻ എന്തെങ്കിലും ബാത്തിലിയായ വിഷയം എന്തെങ്കിലും തോന്നിയത് ചൊല്ലുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ഞങ്ങളെ ഉസ്താദന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടുമ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യമാവൂ. അള്ളാഹു താല ആ രൂപത്തിൽ മശായിഖന്മാരെ തണലിലായിട്ട് അങ്ങനെ മദതിലായിട്ട് അങ്ങനെ സുഹബത്തിലായിട്ട് ജീവിക്കുകയും മരിക്കുകയും എല്ലാം അങ്ങനെ തൗഫീഖിലായി താവട്ട് മാത്രം ചൊന്തു തൻ്റെ പളക്കത്ത് നിപ്പട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.